എൻ്റെ നെഞ്ചിലാണ് ഉറങ്ങിയത്. ഇവൾക്ക് ഇത്രയും ഭംഗിയുണ്ടായിരുന്നു. എഴുന്നേറ്റോ? രാവിലെ ആയോ ഇത്ര പെട്ടെന്ന്? ഈശ്വര, ഞാൻ ഇവന്റെ നെഞ്ചിലാണ് ഉറങ്ങിയത്. അയ്യേ ഈശ്വര, സമയം ഇത്രയായോ? എന്താടി രാവിലെ തന്നെ ഒച്ച വെക്കുന്ന? പിന്നല്ലാണ്ട് ടൈം എത്രയെന്നറിയോ? 9 9:30 മുന്നേ ഓഫീസിൽ പോയില്ലെങ്കിൽ പഞ്ച് ചെയ്യുമ്പോൾ ലേറ്റായ സാലറി കട്ടാവും. അല്ലെങ്കിൽ എന്നെ പൈസ കാലി. ഇതിനിടയ്ക്ക് അതുകൂടെ വന്നോ? ഇനിയിപ്പോൾ എനിക്ക് ഹാഫ് സാലറി പ്രതീക്ഷിച്ചാൽ മതി. ഇവിടെ ഇരുന്ന് ആലോചിക്കുന്ന ടൈം മതി റെഡിയായി ഓഫീസിൽ പോവാൻ. ഞാൻ ഏതായാലും ഓഫീസിൽ പോയി റെഡിയാവട്ടെ. നിന്നോട് ഇരുന്ന് സംസാരിച്ച സമയം പോണെന്ന് അറിയില്ല. ഇനി 10 മിനിറ്റ്സ് ഉണ്ട്, വേഗം റെഡിയാവാം. പൂജ, തൻ്റെ ടോയ്ലറ്റ് ഞാനൊന്ന് യൂസ് ചെയ്തോട്ടെ. എൻ്റെ കയ്യിൽ വെള്ളം വരുന്നില്ല. വെള്ളം വരുന്നില്ലേ? അതെന്താ? ഇന്നലെ വരെ കുഴപ്പമില്ലായിരുന്നല്ലോ, ഇതെന്താ പെട്ടെന്ന്? എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഞാനത് അന്വേഷിച്ചുകൊണ്ടിരുന്ന എനിക്കിന്ന് ഓഫീസിൽ പോകാൻ പറ്റില്ല. ഞാൻ ഏതായാലും നിൻ്റെ ടോയ്ലറ്റിൽ കയറുക. ഉപയോഗിക്കുന്നതൊക്കെ കൊള്ളാം, അവിടെ വലിച്ചു വരിയൊന്നും ഇട്ടേക്കരുത്. എനിക്ക് സമയമില്ലാതായിപ്പോയി. ഞാൻ ആദ്യം റെഡി ആയിട്ട് വരട്ടെ. വന്നിട്ട് ഇതിനുള്ള മറുപടി ഞാൻ തരാം. എന്നോട് വാചകം കടിച്ചുകൊണ്ട് നിൽക്കാതെ ചെന്ന് കുളിക്ക്. ചെല്ലപ്പോ സമയം ഇത്രയായി. സ്പീഡിൽ പണി ചെയ്ത് തളർന്നു പോയി. അയ്യോ, ഇതെങ്ങാനും അവൻ കണ്ടു കാണോ? ഇല്ലായിരിക്കും. ഇങ്ങോട്ട് വാ, കൊണ്ട് ഒളിച്ചു വെക്കാം. ഓ മൈ ഗോഡ്, ഈശ്വര, ബാത്റൂമിനുള്ളില് ഇവളിത് ഒരുപാട് ലോഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടല്ലോ. സ്മെല്ല് കൊള്ളാലോ. സൗണ്ട് ഒന്നും കേൾക്കുന്നില്ലല്ലോ. കഴിഞ്ഞ കുളി ഏത് സമയത്താന്തോ അവനോട് കയറി പോകാൻ പറഞ്ഞത്. മര്യാദയ്ക്കൊന്നും ബാത്റൂം ചെക്ക് ചെയ്തിട്ട് വിട്ടാൽ മതിയായിരുന്നു. ആകെ നാണം കെടുവല്ലോ. ഇതെന്താ? അയ്യേ, ഞാൻ അതിനതൊക്കെ എടുത്ത് നോക്കാൻ പോയ. ഈശ്വര, വരുന്നുണ്ട്. അവൻ കണ്ടു കാണോ? നീ എന്താ ടോയ്ലറ്റിന് വെളിയിൽ എന്നെ കാത്തിരിക്കുന്ന പോലെ ഇരിക്കുന്നുണ്ടല്ലോ. മാറങ്ങോട്ട്. ഈശ്വര, കാണില്ലേ അവനത്? ബ്രഷ് എടുത്ത് പൊക്കി നോക്കിയിരിക്കുന്നു. ഇവനെ ഞാനൊന്ന് കുളിക്കാൻ വന്ന് കുളിച്ചിട്ട് പോണം. പ്രേം, ടോയ്ലറ്റ് യൂസ് ചെയ്യുന്ന ചെയ്തിട്ട് മിണ്ടാതെ ഇറങ്ങി പോകണം. അല്ലാതെ അവിടെ വച്ചേക്കുന്ന സാധനങ്ങൾ എടുത്ത് നോക്കുകയല്ല വേണ്ടത്. ഞാൻ എന്ത് സാധനം നോക്കിയെന്നാ നീ പറയുന്ന? ഞാൻ കുളിച്ചിട്ടിറങ്ങി, അവിടെ എന്ത് സാധനം ഉണ്ടായിരുന്നത്? ഒന്നും അറിയാതെ പൊടനെ പോലെ അഭിനയിക്കല്ലേ. എനിക്കിതിനെ നന്നായിട്ട് അറിയാം. നീ അതെന്താണെന്ന് നോക്കിയിട്ടുണ്ട്. എന്നെ നീ ഇവിടെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഞാൻ പോവാ. എനിക്ക് സമയമായി. നിന്നെ ഞാൻ ഓഫീസിൽ വെച്ചെടുത്തോളാം. ദുഷ്ടൻ, അലവലാതി. എൻ്റെ ID കാർഡ് എവിടെ? അല്ല, നീ എങ്ങോട്ടായി രാവിലെ? എവിടെയും പോകുന്ന കാര്യം എന്നോട് പറഞ്ഞില്ലായിരുന്നല്ലോ. ചേട്ടൻ, ഞാനിന്ന് കോളേജ് വരെ പോവാ. എക്സാമൊക്കെ അല്ലേ, ഡേറ്റ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. നിൽക്ക്, ഞാൻ കൊണ്ടാക്കാം. അതിൻ്റെ ആവശ്യമില്ല. നിന്നോട് നിൽക്കാനാ പറഞ്ഞ. നിൻ്റെ അഞ്ചു ആൻറ്റി എൻ്റെ അടുത്താണ് നിന്നെ ഏൽപ്പിച്ചിട്ട് പോയത്. സോ നീ എവിടെ പോയാലും എനിക്ക് കൂടെ വന്നേ പറ്റൂ. 5 മിനിറ്റ് ഞാനിപ്പോൾ വരാം. ജസ്റ്റ് കോളേജിൽ ഡേറ്റ് നോക്കാൻ പോകുന്നതാ. ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം. ചേട്ടൻ എന്തിനാ ബുദ്ധിമുട്ടുന്നത്? എനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പോവുകയാണെങ്കിൽ നമ്മൾ ഒരുമിച്ച് പോവും, ഇല്ലെങ്കിൽ നീയും പോകണ്ട. ഞാൻ വെയിറ്റ് ചെയ്യാം. 5 മിനിറ്റ് ലേറ്റായിപ്പോയി. നേരെ ക്യാബിലോട്ട് പോവാം. ഈശ്വര, ഇത് അവൻ്റെ ID കാർഡല്ലേ? മാറിപ്പോയല്ലോ. അവൻ എൻ്റെതാണ് എടുത്തിട്ട് പോയത്. ഇവനെ ഞാനിന്ന് ക്യാബിൽ പോട്ടെ. എന്നാലും ഞാൻ എന്തിനാ അതൊക്കെ എന്താണെന്ന് നോക്കാൻ പോയത്? അവളുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? ആകെ നാണക്കേടായി. സാരല്ല, ഇതൊക്കെ നോർമലായിട്ട് നടക്കുന്നതല്ലേ. അല്ല, ഈ കാർഡ് ഇത് അവളുടേതല്ലേ? മാറിയാണോ എടുത്തോണ്ട് വന്നത്?
വരുമ്പം കൊടുത്തേക്കാം. എവിടെ ഇരിക്കട്ടെ. ആഹാ, വന്നല്ലോ. പ്രേം, നമ്മുടെ ID കാർഡ് തമ്മിൽ മാറിപ്പോ. ഇതാ നിന്റെ കാർഡ്. എൻ്റെ കാർഡ് ആരെങ്കിലും കാണുന്നതിന് മുന്നേ. ഇതാ. അല്ല, ആരെങ്കിലും കണ്ടാൽ ഇപ്പം എന്താ പ്രശ്നം? ID കാർഡൊക്കെ മാറിയിടാന്ന് പറഞ്ഞാൽ അപ്പം നമ്മളൊരു വീട്ടിൽ നിന്ന് വരികയാണെന്ന് അവർക്ക് മനസ്സിലാവില്ലേ? അതുകൊണ്ടാണ് പറഞ്ഞത്. അവർക്ക് മനസ്സിലായാലോ എന്താ പ്രശ്നം? എന്താ പ്രശ്നമെന്നോ? കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മുടെ വീട്ടുകാരെല്ലാം സത്യം അറിയുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിലും നീ നിൻ്റെ വീട്ടിലും പോകും. അപ്പോൾ ഇവിടെയുള്ളവർ വേറെ പലതും പറഞ്ഞുണ്ടാക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മുടെ ഫ്യൂച്ചർ ലൈഫിന് വേണ്ടി. ഫ്യൂച്ചർ ലൈഫോ? എനിക്ക് മനസ്സിലായില്ല. ആ, ഫ്യൂച്ചർ ലൈഫ് അതായത് നീ നിൻ്റെ വീട്ടിൽ പോകുമ്പോൾ നിൻ്റെ അമ്മ കുറച്ച് കഴിയുമ്പോൾ നിന്നെ വരെ കല്യാണം കഴിപ്പിക്കില്ലേ, അതുപോലെ തന്നെയും. അപ്പോൾ ഇതൊരു പ്രശ്നമാവരുത്. ഈ ലൈഫ് തന്നെ ഒരു തരത്തിലാണ് പോകുന്നത്, അപ്പോഴാ ഫ്യൂച്ചർ. നമ്മുടെ രണ്ടുപേരും വീട്ടുകാർ ഈ പ്രശ്നങ്ങളൊക്കെ അറിയുമ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ പോകുമല്ലോ. അപ്പം പിന്നെ നമ്മുടെ ലൈഫ് സേഫാവും. സോ നമുക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവും. ആ ഫ്യൂച്ചർ എനിക്ക് മനസ്സിലായില്ല. വേറെ കല്യാണമാണോ നീ ഉദ്ദേശിച്ചത്? അതിന് നീ എന്തിനാ ഇത്ര അടുത്ത് വരുന്നു? ഫോൺ അടിക്കുന്നുണ്ട്. 2 ദിവസമായിട്ട് ഇവളെന്തിനാ എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്? നമുക്ക് വന്നിട്ട് ഫ്യൂച്ചർ ലൈഫിനെ പറ്റി ചിന്തിക്കാം. ഇപ്പം ഞാൻ ഈ കോൾ എടുക്കട്ടെ. വരണമെന്നില്ല, ആ കോൾ എടുത്ത് അതുവഴി അങ്ങനെ പൊക്കോ. അതാ നിനക്ക് നല്ലത്. എനിക്ക് ഹലോ, നീ 2 ദിവസമായിട്ട് വിളിക്കുന്നുണ്ടല്ലോ, എന്താ? എന്താണോ? ഞാൻ അറിഞ്ഞേക്കാൻ സത്യമാണോ? നിന്റെ കല്യാണം കഴിഞ്ഞോ? നീയും പൂജയും ഇപ്പോൾ ഒരുമിച്ചാണോ താമസിക്കുന്ന പ്രേം? അത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് അവളെ കല്യാണം കഴിക്കേണ്ടി വന്നു. ഇപ്പം ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന. എന്താ? എന്താണോ? അപ്പോൾ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഞാൻ വിഡ്ഢിയാണോ? നിന്നെ മാത്രം സ്വപ്നം കണ്ടിരിക്കുന്ന എന്നോട് നിനക്കൊരു റെസ്പോൺസിബിലിറ്റിയും ഇല്ലേ? ഏയ്, ഞാൻ മുന്നേ നിന്നോട് പറഞ്ഞിട്ടുള്ളതാ, ഈ റിലേഷൻ ശരിയാവില്ല, എനിക്ക് പറ്റില്ല, എനിക്ക് അങ്ങനെ യാതൊരു താല്പര്യവും ഇല്ലയെന്ന്. അപ്പോൾ നീ എന്നോട് പറഞ്ഞ ഒന്ന് റിലേഷനിൽ ഇരുന്ന് നോക്ക്, എനിക്ക് നിന്നെ ഇഷ്ടമാവും എന്നൊക്കെ. എനിക്കിതുവരെ നിന്നോട് അങ്ങനെ ഒരു ഇഷ്ടം വന്നിട്ടില്ല. ഞാനൊരു മോശപ്പെട്ട രീതിയിലും നിന്നെ യൂസ് ചെയ്തിട്ടുമില്ല, റൈറ്റ്? അപ്പോൾ നീ പറഞ്ഞു വരുന്നത് ഇപ്പോൾ നിനക്ക് എന്നോട് തോന്നാത്ത ഇഷ്ടം പൂജയോട് തോന്നിയെന്നാണോ? 5 വർഷമായിട്ട് എൻ്റെ ഒപ്പം നടന്നിട്ട് നിനക്ക് എന്നോടൊരു ഫീലിങ്സും ഇല്ല. അപ്പോൾ അവളോട് നിനക്ക് തോന്നുമോ? അവളോട് ഫീലിങ്സ്? ഒരിക്കലുമില്ല. എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം പൈസയും സ്റ്റാറ്റസും നോക്കുന്ന നിനക്ക് ഒരിക്കലും അവളെപ്പോലൊരു പെണ്ണിനോട് ഇഷ്ടം തോന്നില്ല. പറ, ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കാം. നീ എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരുമോ പ്ലീസ്? നോക്ക്, ഞാൻ ഓൾറെഡി പറഞ്ഞു, ഞാനിപ്പോൾ ഒരുപാട് പ്രശ്നത്തിനിടയില്ല. അതിനിടയിൽ നീ ഉടനെ ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കരുത്. പിന്നെ അന്ന് പറഞ്ഞതിന് എനിക്ക് ഇന്നും പറയാനുള്ളൂ, എനിക്ക് വേണ്ടി കാത്തിരിക്കരുത്. ഇനി എന്നെ ഇങ്ങനെ വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യരുത്. അല്ലെങ്കിൽ മനുഷ്യനൊരു വല്ലാത്ത സിറ്റുവേഷനിൽ. അപ്പോഴാണ് അവൾ. അല്ല, പൂജയോട് എനിക്ക് എന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടോ? എന്ത് ഫീലിങ്സ്? വീട്ടുകാരെല്ലാം അറിയുമ്പോൾ പുതിയ ഫ്യൂച്ചർ നോക്കി പോകാൻ നിൽക്കുന്നവളോടാ ഫീലിങ്സ്. ഇനി അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ പൊന്നു പ്രേമേ, അവളുടെ അടുത്തേക്ക് പോകരുത്. അതല്ലേ നിൻ്റെ കോളേജ്. ഞാൻ പാർക്കിങ്ങിൽ വണ്ടി ഇറക്കാം, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് അകത്തേക്ക് പോവാം. 1 മിനിറ്റ്. ചേട്ടൻ പാർക്കിങ്ങിൽ വണ്ടി ഒതുക്കിയിട്ട് അവിടെ തന്നെ നിന്നോ, ഞാനുള്ളിൽ പോയിട്ട് വരാം. ഞാനെന്താടി നിൻ്റെ ഡ്രൈവറാണോ? നിന്നെ കൊണ്ടുവരാനും കൊണ്ടുപോകാനും മാത്രം? ഏയ്, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ചേട്ടൻ എന്തിനാ ബുദ്ധിമുട്ടുന്നതെന്ന്? എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല, ഞാൻ വന്നോളാം. ഈശ്വര. ഏയ് ചിന്നു, നോക്കി നടക്കാൻ അറിയില്ലേ നിനക്ക്? ഞാൻ കണ്ടില്ല. പേടിച്ചോ? ഇറ്റ്സ് ഓക്കെ, പോട്ടെ, ബാ. ആ ചേട്ടാ, നീയല്ലേ പറഞ്ഞ ഇന്ന് എക്സാം ഡേറ്റ് ഇടുന്ന ദിവസമാണ്, എന്നിട്ട് ആരെയും കാണുന്നില്ല. ഇന്ന് തന്നെയാണോ ഡേറ്റ് ശരിക്കും പറഞ്ഞ? ആ ചേട്ടാ, ചിലപ്പോൾ അവർ താമസിക്കുമായിരിക്കും, അല്ലെങ്കിൽ കോളേജിനകത്തുണ്ടാവും. ചേട്ടനിവിടെ നിന്നോ, ഞാൻ ചെന്ന് നോക്കിയിട്ട് വരാം. അതിനെന്തിനാ ഞാൻ പുറത്ത് നിൽക്കുന്നത്? ഹായ് ചിന്നു, ഞാൻ എത്ര നേരമായിട്ട് നിന്നെ വെയിറ്റ് ചെയ്യാന്നറിയോ? നീ എന്താ ഇത്രയും ലേറ്റ് ആയത്? ഈശ്വര, അത് ഞാൻ ഇറങ്ങിയപ്പോൾ. ഇവളെന്തിനാ പമ്മുന്നേ? ചിന്നു, നീ പെട്ടെന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ എങ്ങനെയൊക്കെയോ സെറ്റാക്കിയത്. ഇതിലൊരു 2000 റുപ്പീസ് കുറവാ. അത് നീ എങ്ങനെയെങ്കിലും ഒപ്പിക്കോ? ആ, ഞാൻ എങ്ങനെയെങ്കിലും ഒപ്പിച്ചോളാം. നീ ചെല്ല്, ഞാൻ ഫീസ് അടച്ചിട്ട് വരാം. ഓ, അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് എക്സാം ഡേറ്റ് നോക്കാനെന്നും പറഞ്ഞ് കള്ളം പറഞ്ഞ് ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വരാൻ വേണ്ടി നിന്നത് അല്ലേ?
അത് ചേട്ടാ, ചേച്ചിയെ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല. എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. നിനക്കെന്താ എന്നോട് ഫീസ് ചോദിച്ചാൽ? ഓൾറെഡി ചേച്ചി കാരണം ചേട്ടൻ ഒരുപാട് വിഷമത്തില. ഞാനും കൂടെ അതിൻ്റെ ഇടയിൽ ശല്യമാവണ്ടെന്ന് കരുതി. അതുകൊണ്ട് സോറി. ഈ ക്യാഷ് ആ കുട്ടിക്ക് തിരിച്ചു കൊടുത്തിട്ട് വാ. എന്നിട്ട് എവിടെയാ ഫീസ് അടയ്ക്കേണ്ടതെന്ന് പറ, ഞാൻ അടച്ചോളാം. ചെല്ല്. അത് ചേട്ടാ, നീയായിട്ട് കൊണ്ട് ആ കുട്ടിക്ക് കൊടുക്കുന്നോ അതോ ഞാൻ വാങ്ങിച്ചു കൊണ്ട് കൊടുക്കണോ? മര്യാദയ്ക്ക് ഞാൻ പറയുന്ന പോലെ ചെയ്തോ. ചെല്ല്. ഞാൻ ചെന്ന് കൊടുത്തിട്ട് വരാം. ഇതെന്താ എൻ്റെ വയറ് വല്ലാതെ വേദന എടുക്കുന്ന? എന്തു പറ്റി എനിക്ക്? ഇവളെന്താ ആലോചിക്കുന്ന? അല്ലെങ്കിൽ തന്നെ ഇവളെന്താ ആലോചിച്ചാലും എനിക്കെന്താ? ഇന്നലെ രാത്രി തൊട്ടേയുണ്ട് ഒരു വയറ് വേദന. ഇതെന്താ ഇങ്ങനെ? എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല. വയറിനൊക്കെ ആകെ ഒരു അസ്വസ്ഥത. എന്തു പറ്റി എനിക്ക്? അതെ, ഞാൻ ഫുഡ് കഴിച്ചു കഴിഞ്ഞു. ബൈ. ഗുഡ് നൈറ്റ്. ആ, ഗുഡ് നൈറ്റ്. മുമ്പിൽ ഒരാൾ ഫുഡ് കഴിക്കുന്നുണ്ടോ ഇല്ലയോ ഒന്നും നോക്കുന്നില്ല. ഇതെന്ത് സ്വഭാവം? സെൽഫിഷ്. അല്ലെങ്കിൽ തന്നെ അവനെന്തിനാ എന്നെ നോക്കുന്ന? എനിക്കറിയില്ല എൻ്റെ കാര്യം നോക്കാൻ. മര്യാദയ്ക്ക് എന്തെങ്കിലും തിന്നു കിടക്കാം, ഇല്ലെങ്കിൽ രാത്രിയാകുമ്പോൾ വീണ്ടും വിശക്കും. എത്ര പെട്ടെന്ന് രാവിലെ ആവുന്ന ഈ വയറുവേദനയ്ക്ക് ഒരു കുറവുമില്ലല്ലോ ഈശ്വര. ഇവൻ ഇതുവരെ എണീറ്റില്ലേ? ഞാൻ എണീറ്റ് ഇവനെ എണീപ്പിച്ചാലേ ഇവൻ എണീക്കുള്ളൂ. അത് പ്രേമല്ലേ? ഓഹോ, അപ്പം നീ രാവിലെ എഴുന്നേറ്റു. ജസ്റ്റ് നിനക്ക് എന്നെ കൂടെ ഒന്ന് വിളിക്കായിരുന്നു. ഞാനാണെങ്കിൽ അറിയാണ്ട് ഉറങ്ങിപ്പോയി. ഞാനെന്തിനാ നിന്നെ വിളിക്കുന്ന? നീ ഉറങ്ങിപ്പോയത് എൻ്റെ തെറ്റല്ല. എനിക്ക് എൻ്റെ കാര്യം നോക്കാനേ ടൈമില്ല. അപ്പോഴാണ് നിൻ്റെ കാര്യം. ഞാൻ പോവുക. ഇവനെന്തൊക്കെയായി സംസാരിച്ചിട്ട് പോകുന്നത്? അയ്യോ, ഞാനെന്തിനാ ഇവനെ ശ്രദ്ധിക്കുന്നത്? എനിക്ക് ഓഫീസിൽ പോയി ലേറ്റ് ആവുക. ഞാൻ റെഡി ആവട്ടെ. ഇവൻ എപ്പോഴാണോ വരുന്നത്? നേരത്തെ ഇറങ്ങിയതാണല്ലോ. ഇതെന്താ എനിക്ക് വയറുവേദന പിന്നെയും വരുന്നുണ്ടല്ലോ. ഇങ്ങനെ പോയി ശരിയാവില്ല. വൈകുന്നേരം നേരത്തെ ഇറങ്ങാം, എന്നിട്ട് ഹോസ്പിറ്റലിൽ പോയി ടാബ്ലറ്റ് വാങ്ങാം. ഹലോ, ഇതെന്താ ഇപ്പോഴാണോ വരുന്നത്? ആ, ഞാൻ എഴുന്നേക്കാൻ കുറച്ച് ലേറ്റായി പോയടാ. എന്തു പറ്റി? നിനക്ക് വയ്യേ? ഫേസ് ഒക്കെ വല്ലാണ്ടിരിക്കുന്നല്ലോ. എന്തു പറ്റിയടി? ഇന്നലെ വൈകുന്നേരം മുതൽ ഇന്ന് രാവിലെ വരെ കൂടെ ഉണ്ടായിരുന്ന അവനറിയില്ല. പക്ഷെ എൻ്റെ മുഖം കണ്ടതും ഇവന് മനസ്സിലായി. നീ എന്താ ആലോചിക്കുന്നത്? നിനക്ക് വയ്യേ? ആ സഞ്ജു, എനിക്ക് ഇന്നലെ തൊട്ട് നല്ല സ്റ്റമക്ക് പെയിൻ ഉണ്ട്. എന്താണെന്നറിയില്ല, എനിക്ക് എന്തോ ഒരു വല്ലായിക പോലെ. പീരിയഡ്സിനുള്ള ഡേറ്റ് നിനക്കായില്ല. പിന്നെ പോയാ നീ പുറത്തുനിന്ന് എന്തെങ്കിലും ഫുഡ് കഴിച്ചായിരുന്നോ? കഴിച്ചായിരുന്നോ? കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പുറത്തുനിന്ന് തന്നെ ഓർഡർ ചെയ്ത് കഴിക്കുന്ന. ചിലപ്പോൾ അതിൻ്റെ ആയിരിക്കും. എന്താ പൂജ, നിനക്ക് അറിയാവുന്നതല്ലേ ഹോട്ടൽ ഫുഡ് ശരിയാവില്ല എന്ന്? ഞാൻ എന്ത് ചെയ്യാനാ? വിശന്ന പിന്നെ കഴിക്കാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ടല്ലേ. ഒരിക്കൽ ഇതുപോലെ ഫുഡ് പോയ്സൺ വന്നതും മറന്നിട്ടില്ലല്ലോ. ഇനിയെങ്കിലും സ്വന്തമായിട്ട് കുക്കിംഗ് ചെയ്യാൻ പഠിച്ചൂടെ നിനക്ക്? ഇത്രയും വലുതായിട്ടും കുക്കിംഗ് ചെയ്യാൻ അറിയില്ല എന്ന് പറഞ്ഞ നാണക്കേടാടി. സഞ്ജു, അതൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയത്, പക്ഷെ ഫ്ലോപ്പ് ആയിപ്പോയി. ചെന്ന് ക്യാബിൽ വെയിറ്റ് ചെയ്യ്, ഞാൻ ടാബ്ലറ്റുമായിട്ട് വരാം. സഞ്ജു, എന്താടി, നിനക്ക് വേറെ എന്തെങ്കിലും വാങ്ങണോ ഞാൻ? ഒന്നും വേണ്ട. നീ ഇങ്ങനെ എന്നും എൻ്റെ കൂടെ ഇതുപോലെ ഉണ്ടായാൽ മതി. ഓഹ്, അതാണോ? ഞാൻ നിന്റെ കൂടെ ഇല്ലേ? ലവ് യു സഞ്ജു. ലവ് യു ടു. ചെന്ന് ക്യാബിൽ വെയിറ്റ് ചെയ്യ്. ഓ, ഇങ്ങോട്ട് വാടി. എൻ്റെ കൈ വിട് പ്രേം. താഴെ സഞ്ജുവായിട്ട് എന്തായിരുന്നു? എന്ത്? അതാ ഞാൻ ചോദിച്ച, അവനുമായിട്ട് എന്തായിരുന്നു എന്ന്. ഞാൻ അവനോട് എന്ത് സംസാരിച്ചാലും നിനക്കെന്താ? എന്നെ വിട്. ഇങ്ങോട്ട് വാടി. എവിടെ പോവാ നീ? നീ അവനോട് എന്താ പറഞ്ഞേ? ഞാൻ അവനോട് പലതും പറയും. അതൊക്കെ നീ എന്തിനാ അന്വേഷിക്കുന്ന? മാറി നിൽക്ക്. പൂജ, ആ, ഇതാ. പ്രേം,
ഞങ്ങൾ പേഴ്സണലായിട്ട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് കൂറി വരരുത്. പലതവണ പറഞ്ഞിട്ടുണ്ട്. സോറി, ഞാൻ അവൾക്ക് ടാബ്ലറ്റ് കൊടുക്കാൻ വന്നതാ. സഞ്ജു, ഇതാ കഴിക്ക്, റെസ്റ്റ് എടുക്ക്, ഞാൻ പോട്ടെ. സഞ്ജു നിക്ക്, ഞാനൊന്ന് പറയട്ടെ. പൂജ നിൽക്ക്, എനിക്കിതിനോടൊന്ന് സംസാരിക്കണം. അവനെ അടിക്കാൻ നീ ആരാ? ഫോർ യുവർ കൈൻഡ് ഇൻഫോർമേഷൻ, ഇത് നിന്റെ മാത്രമല്ല എൻ്റെയും കൂടെ ക്യാബിനാ. എന്നെ തേടി എപ്പോൾ വേണമെങ്കിലും അവനിവിടെ വരാം. അതിനുള്ള റൈറ്റ്സ് ഞാൻ അവന് കൊടുത്തിട്ടുണ്ട്, മനസ്സിലായോ? പൂജ, അവൻ എൻ്റെ ഫ്രണ്ടാ. പേഴ്സണലായിട്ട് പ്രൈവറ്റായിട്ട് സംസാരിക്കാൻ നീ എൻ്റെ ആരാ? നമുക്കെന്താ ബന്ധം? അവൻ നിൻ്റെ ഫ്രണ്ടാണെങ്കിൽ ഞാൻ നിൻ്റെ ഹസ്ബൻഡാ. ഹസ്ബൻഡ്? ഏത് രീതിക്കാ നീ എൻ്റെ ഹസ്ബൻഡായത്? ഇന്നലെ മുതൽ നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, എന്നിട്ടും എനിക്ക് വയ്യാന്നുള്ള കാര്യം നീ മനസ്സിലാക്കിയോ? രാവിലെ എൻ്റെ ജസ്റ്റ് ഒരു ഫേസ് കണ്ടപ്പോൾ തന്നെ അവന് മനസ്സിലായി എനിക്ക് വയ്യാന്നുള്ളത്. അതാ ഞങ്ങൾക്കിടയിലുള്ള റിലേഷൻ, മനസ്സിലായോ നിനക്ക്? അവനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു തരത്തിലുള്ള പ്രൈവസിയും എനിക്ക് ആവശ്യമില്ല. നീ പറയാറുള്ള പോലെ നിന്റെ സ്റ്റേറ്റസിനെ പറ്റിയ ആൾക്കാരല്ല ഞങ്ങൾ. സോ ഞങ്ങളെ പാട്ടിന് വിട്ടേക്ക്. സഞ്ജു പോവെന്ന് പറഞ്ഞിട്ട് വന്നത് അവൻ്റെ ക്യാബിലോട്ടല്ലേ? ഇവിടെ എങ്ങും കാണുന്നില്ലല്ലോ. ഈ ചെക്കനത് എവിടെ പോയി? ഹലോ പൂജ, നീ എന്താ ഇവിടെ നിന്ന് ആലോചിക്കുന്ന? എന്തു പറ്റി? റോസ്, ഞാൻ സഞ്ജുവിനെ തേടി വന്നതാ. നീ അവനെ കണ്ടായിരുന്നോ? സഞ്ജു അല്ലേ സ്റ്റെപ്പ് കയറി മുകളിലോട്ട് പോയത്? ഞാൻ വിളിച്ചിട്ട് നിന്നില്ല. എന്തു പറ്റിയടാ? ഹേയ് ഒന്നുമില്ല, ഞാനെന്ന് അവനെ കണ്ടിട്ട് വരട്ടെ, നമുക്ക് പിന്നെ സംസാരിക്കാം. ഇവനെന്തിനാ ടെറസിൻ്റെ മണ്ടയിലൊക്കെ പോയിരിക്കുന്ന? അത് സഞ്ജു അല്ലേ? സഞ്ജു, നീ എന്ത് ചെയ്യാ എവിടെ ഇരുന്നിട്ട്? സഞ്ജു, അത് ശരി, ഇവിടെ വന്നിരുന്ന് മൂങ്ങുവാണോ? അവൻ എന്നെ എന്തെങ്കിലും പറഞ്ഞാൽ നിനക്ക് 100 നാക്കാണല്ലോ തിരിച്ചു പറയാൻ. നിന്നെ അടിച്ചപ്പോൾ നീ എന്താ ഒന്നും മിണ്ടാതെ പോകുന്നത്? അവൻ പറഞ്ഞ ശരിയല്ലേ? നിങ്ങളുടെ ഇടയിൽ ഞാൻ ഇടിച്ചേറി വന്നതല്ലേ? ഒറ്റടി വെച്ചെന്നാണ്ടല്ലോ ഞങ്ങളുടെ ഇടയിൽ. ഇനി മേലെ അവൻ നിന്റെ ദേഹത്ത് കൈവച്ച് തിരിച്ചു കൊടുത്തോളാം, മനസ്സിലായല്ലോ? പൂജ, അത് പിന്നെ ആ സമയത്ത് ഞാൻ... സാരമില്ല, നിനക്കൂടെ ചേർത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. തൽക്കാലം ഇതിങ്ങനെ പോട്ടെ. നീ എന്തിനാ അവനെ തല്ലാനൊക്കെ പോയത്? എനിക്കൊരു പ്രശ്നമില്ലായിരുന്നല്ലോ. നിനക്കില്ല, പക്ഷെ എനിക്കുണ്ട്. അവൻ്റെ കയ്യിൽ നിന്ന് അടിയും വാങ്ങിക്കൊണ്ടുവന്ന് ഇവിടെ വന്നിരുന്ന മോങ്ങ പൊട്ടൻ. ഓ, അപ്പോ ഞാൻ അങ്ങനെയായല്ലേ? ഞാനൊന്നും പറയുന്നില്ല. പറയണ്ട, നിനക്ക് അവനെ പേടിയല്ലേടാ? എനിക്കാരും പേടിയൊന്നുമില്ല. പ്രശ്നം ഉണ്ടാക്കണ്ടെന്നേ കരുതിയുള്ളൂ. അതെ അതെ, വാ പോവാ. ആ വഴക്കിനിടയിൽ സഞ്ജു വാങ്ങിക്കൊണ്ടുവന്ന ടാബ്ലറ്റ് എടുക്കാൻ ഞാൻ മറന്നുപോയി. ഇനിയിപ്പോൾ ഫുഡൊന്നും കഴിക്കാൻ നിൽക്കണ്ട. നല്ല വയറുവേദനയുണ്ട്, കിടന്നുറങ്ങാം. ഉറങ്ങിയാൽ മതിയായിരുന്നു. രാവിലെ എണീച്ച് ഹോസ്പിറ്റലിൽ പോവാം. പൂജയോട് ചെന്ന് സംസാരിച്ചാലോ? തെറ്റെൻ്റെ ഭാഗത്തല്ലേ? ചെന്ന് സോറി പറയാം. ഇവള് കിച്ചണിലല്ലേ? അല്ല, ഇവളെന്തെങ്കിലും കഴിച്ചായിരുന്നോ? ഇവനെന്താ ഈ കിച്ചണിൽ കിടന്ന് നോക്കുന്നത്? കാണാത്ത പോലെ ഇരിക്കാം. ടി വിയുടെ സൗണ്ടല്ലേ? അപ്പോൾ ഇവള് ഹാളിലാണോ ഇരിക്കുന്നത്? പൂജ, പൂജ സോറി, ഞാൻ അറിയാതെ. എനിക്ക് നിന്റെ സോറി ഒന്നും കേൾക്കണ്ട. അല്ലെങ്കിൽ തന്നെ നീ ഇതിന് എന്നോട് സോറി പറയുന്നേ? പൂജ, ഞാൻ രാവിലെ തൊട്ടും മൈൻഡ് ഓക്കെ അല്ലായിരുന്നു. ആ സമയത്ത് പെട്ടെന്ന് അവൻ കയറി വന്നപ്പോൾ അറിയാണ്ട്. നീ എന്തിനാ എന്നോട് എക്സ്പ്ലെയിൻ ചെയ്യണ? അതിൻ്റെ ആവശ്യമില്ല. രാവിലെ നീ പറഞ്ഞതുപോലെ നീ ആരോ ഞാനാരോ, ഇവിടുന്ന് പോകുന്നവരെ നമ്മൾ അങ്ങനെ തന്നെ ഇരിക്കും. ഞാൻ പറഞ്ഞില്ലേ പൂജ, രാവിലെ ഞാൻ അപ്പോഴത്തെ ഒരു മൂഡിൽ അറിയാതെ പറഞ്ഞതാ. നീ അറിയാതെ പറഞ്ഞതാണെങ്കിലും അതാണ് ട്രൂത്ത്. വീട്ടുകാർ കാര്യങ്ങളൊക്കെ മനസ്സിലാകുമ്പോൾ രണ്ടുപേർക്ക് പിഴിയേണ്ടവരാ നമ്മൾ. ഇപ്പോഴേ പിരിഞ്ഞേനെ ഇരിക്കാം. ഇവളോട് ഇന്ന് സംസാരിച്ചാൽ ശരിയാവും തോന്നുന്നില്ല. ഈശ്വര, എൻ്റെ പൊന്നു ചേട്ടാ, ഈ ചാനലൊന്ന് മാറ്റോ. മനുഷ്യന് പേടിയാവുന്നു. മാറ്റാനോ? ഞാനും പ്രേമും കൂടെ ഒരുപാട് ദിവസം പ്ലാൻ ചെയ്തതാ ഈ സ്റ്റോറി കാണാൻ. ഓഫീസ് വർക്ക് കാരണം ഞങ്ങൾക്ക് പറ്റിയില്ല. ഇപ്പോൾ ദയവായിട്ട് കൊണ്ടുവന്ന അവസരം ഞാനിത് ഫുള്ളും കാണാതെ മാറ്റില്ല. മാറ്റില്ലെന്നോ? ഇത് കാണുമ്പോൾ തന്നെ പേടിയാവുക. ശരിയാ, നീ ഇത് കണ്ട പേടിക്കും. ചെന്ന് കിടന്നോ, ഞാനിത് കണ്ടിട്ട് വന്ന് കിടന്നോളാം. ഗുഡ് നൈറ്റ്. ഞാനിങ്ങനെ റൂമിൽ ഒറ്റയ്ക്ക് പോവും.
ഇതല്ലേ ഇവിടെ നടക്കുന്ന ഈശ്വര. എൻ്റെ അമ്മ ആരാ അത്? എൻ്റെ കണ്ണ്. അത് കർട്ടൻ അടി പൊട്ടി. നിക്ക്, ഞാൻ മാറ്റിത്തരാം. ഈശ്വര, ഞാൻ പേടിച്ചു പോയി. ഒന്നുമില്ല, കട്ടൻ വന്ന് വീണതാ. ശരി, ഞാനിത് ഓഫ് ചെയ്തിട്ട് വരാം. നീ ഇനി പേടിക്കണ്ട. ഇല്ല, ഞാൻ പൊക്കോളാം. ചേട്ടനിത് ഫുള്ളൊരുന്ന് കണ്ടോ? അകത്ത് പോയിരുന്ന് പേടിക്കാനല്ലേ? വേണ്ട, ഞാനിത് ഓഫ് ചെയ്തിട്ട് വരാം. നിക്ക്, ഞാൻ റൂമിൽ കൊണ്ടാക്കാം. ഇതെന്ത് വയറുവേദനയാ? എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ. എനിക്ക് വയറൊക്കെ പൊട്ടുന്ന പോലെ തോന്നുവാണല്ലോ ഈശ്വര. ശരി, ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. നാളെ അവനോട് സോറി പറയാം. അപ്പോൾ പൂജ എന്നോട് മിണ്ടും. പൂജയ്ക്ക് ഒരു മെസ്സേജ് ഇട്ടാലോ? ഞാൻ നേരത്തെ കൊടുത്ത മെസ്സേജിനൊന്നും അവൾ റിപ്ലൈ തന്നില്ല. ഒന്നുകൂടി ഇട്ട് നോക്കാം. നോ റിപ്ലൈ. ചിലപ്പോൾ ഉറങ്ങിയിട്ടുണ്ടാവും, അതായിരിക്കും കാണാത്ത. ഇതിനെ കൊണ്ട് സഹിക്കാൻ പറ്റില്ല. സഞ്ജുവിനെ വിളിച്ചാലോ? അവൻ്റെ ഫോണ്. അതെന്ത് സൗണ്ടാ? പൂജയുടെ റൂമിൽ നിന്നല്ലേ? എന്തുറ്റി കാണും? പൂജ, വാതിലോർക്ക്. എന്താ പറ്റിയ? പ്രേം, എനിക്ക് വയറുവേദന എടുക്കാം. എന്നെ കൊണ്ട് പറ്റുന്നില്ല എണീക്കാൻ. ഏയ്, സാരമില്ല, എഴുന്നേൽക്ക്. നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. പ്രേം, താൻ ഇന്നലെ രാത്രി മൊത്തം ഇവിടെ നിൽക്കുകയല്ലേ? വേണമെങ്കിൽ റൂമിൽ ചെന്ന് ഫ്രഷ് ആയിട്ട് വാ. ഞാനിപ്പോൾ ഇവിടെ ഇല്ലേ? ഇല്ല, ഡോക്ടർ കുറച്ച് കഴിഞ്ഞോളം ഡിസ്ചാർജ് ആക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഒരുമിച്ച് പോവാം. ഹോസ്പിറ്റലോ? ദേ, പൂജ എഴുന്നേറ്റു. പൂജ, തൻ്റെ സ്റ്റമക്ക് പെയിൻ എങ്ങനെയുണ്ട്? കുറവുണ്ടോ? ഡോക്ടറിനെ വിളിക്കണോ? പൂജ, എങ്ങനെയുണ്ട് ഇപ്പോൾ? ഓക്കെ അല്ലേ നീ? ആടി, ഞാനിപ്പോൾ ഓക്കെ. ഞാൻ വീട്ടിൽ പൊക്കോട്ടെ? പറഞ്ഞുവിടാം, ഒന്ന് സമാധാനപ്പെടടി. ഈ ട്രിപ്പ് ഒന്ന് കഴിയട്ടെ, പിന്നെ പോകുന്നൊക്കെ കൊള്ളാം. പുറത്തുനിന്ന് ഫുഡ് ഒന്നും വാങ്ങിച്ച് കഴിക്കരുത്. ഒരു പ്രാവശ്യം നിനക്ക് ഫുഡ് പോയ്സൺ അടിച്ചത് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. ഇല്ല, ഞാൻ ശ്രദ്ധിച്ചോളാം. കറക്റ്റ് സമയത്ത് നിൻ്റെ ഹസ്ബൻഡ് ഇവിടെ വന്ന് നിന്നെ എത്തിച്ചതുകൊണ്ട് കൊള്ളാം. പിന്നെ ഫുഡും മരുന്നും ടാബ്ലറ്റൊക്കെ എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് ഞാൻ നിൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ടുണ്ട്. ഹസ്ബൻഡ്? പറയാം. താങ്ക്സ്, അവളെ കറക്റ്റ് സമയത്തോടെ എത്തിച്ചേന്. ശരിയടി, നമുക്ക് പിന്നെ കാണാം. റൗണ്ട്സ് ഉണ്ട്. ബൈ.